ഖുർആൻ ആർക്കു വേണ്ടി ഇറങ്ങി? ഹിന്ദുവിനോ, മുസ്ലിമിനോ, ക്രിസ്ത്യാനിക്കോ, ഏത് ജാതിക്കാരനോ, ഏത് നിറക്കാരനോ? ഖുർആൻ ഒരൊറ്റ വാക്കിൽ പറഞ്ഞു, യാ അയ്യുഹന്നാസ്, മനുഷ്യരെ. ഖുർആൻ ആരംഭിക്കുന്നത് മുസ്ലിംകളെ എന്ന് പറഞ്ഞല്ല, ഹേ മനുഷ്യരെ എന്ന് പറഞ്ഞാണ്. ജാതിയില്ല, മതമില്ല, നിറമില്ല, ദേശമില്ല. ഒരു വിളി, മനുഷ്യൻ എന്ന നിലയിൽ നിനക്ക് വേണ്ടി. ഖുർആൻ ആദ്യം ചോദിക്കുന്നത്, നീ എവിടെ നിന്ന് വന്നു? ഒരൊറ്റ ആത്മാവിൽ നിന്ന് ഈ മനുഷ്യകുലം മുഴുവൻ. ഇന്ത്യക്കാരൻ, അറബി, ആഫ്രിക്കൻ, ഒരേ ഉത്ഭവം, ഒരേ സ്രഷ്ടാവ്. നിന്റെ ജാതിയല്ല നിന്നെ ഉണ്ടാക്കിയത്, സർവേശ്വരൻ ഉണ്ടാക്കിയതാണ്. ഖുർആൻ പറയുന്നു, നിന്നെ ഞാൻ ഒരു ഉദ്ദേശത്തിന് സൃഷ്ടിച്ചു. ആ ഉദ്ദേശം പണമുണ്ടാക്കുക അല്ല, ഫോളോവേഴ്സ് ഉണ്ടാക്കുക അല്ല. ആ ഉദ്ദേശം നിന്നെ ഉണ്ടാക്കിയവനെ അറിയുക, അവനിൽ ലയിക്കുക. ഈ ഒരറിവ് ജീവിതത്തെ മുഴുവൻ മാറ്റും. നിന്റെ ജാതി ചോദിക്കില്ല, നിന്റെ നിറം നോക്കില്ല, നിന്റെ ദേശം അളക്കില്ല. ഖുർആൻ ഒരൊറ്റ മാനദണ്ഡം പറഞ്ഞു, സർവേശ്വരന്റെ അടുക്കൽ ഏറ്റവും ശ്രേഷ്ഠൻ, ഏറ്റവും ദൈവഭക്തനായവൻ. ഉന്നതൻ ജാതി കൊണ്ടല്ല, ഉന്നതൻ ജീവിതം കൊണ്ടാണ്. ഖുർആൻ ഒരു കഠിന സത്യം പറഞ്ഞു, ഓരോ ആത്മാവും മരണം ആസ്വദിക്കും. ഇത് ഭയപ്പെടുത്താൻ പറഞ്ഞതല്ല, ഉണർത്താൻ പറഞ്ഞതാണ്. ഈ ജീവിതം ഒരു യാത്ര, ഈ ലോകം ഒരു സ്റ്റോപ്പ്, അടുത്ത സ്റ്റോപ്പ് ശാശ്വതം. ആ യാത്രയ്ക്ക് ഇന്ന് തയ്യാറാകണം. ഖുർആൻ അടിസ്ഥാനപരമായി മനുഷ്യരോട് പറയുന്നത് 4 കാര്യങ്ങൾ മാത്രം. 1, നിന്നെ ഞാൻ ഉണ്ടാക്കി. 2, ഒരു ഉദ്ദേശത്തിനു വേണ്ടി. 3, ഒരു ദിനം കണക്ക് ബോധിപ്പിക്കണം. 4, ഈ വഴി രക്ഷ. ജാതിക്കതീതം, മതത്തിനതീതം, നിറത്തിനതീതം. ഇത് മനുഷ്യനോടുള്ള ദൈവത്തിന്റെ നേരിട്ടുള്ള സംഭാഷണം. ഖുർആൻ ഒരു ഗ്രന്ഥം മാത്രമല്ല, ഇത് ദൈവം നിനക്ക് നേരിട്ട് എഴുതിയ കത്ത്. ഒരു തവണ ആ കത്ത് തുറക്കൂ, ഹൃദയം തുറന്നു വായിക്കൂ. ഉത്തരം അവിടെയുണ്ട്.